ഈ വർഷത്തെ യുവ എഴുത്തുകാർക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനാണ് ലഭിച്ചത്, മലയാളത്തിൽ നിന്ന്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ കമൻറ്റുകളും പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലുൾപ്പെടെ ഇൻസ്റ്റാഗ്രാമിലുൾപ്പെടെ വരുന്നുണ്ട്. എന്തുകൊണ്ട് ഈ നോവൽ യുവ എഴുത്തുകാർക്ക് നൽകുന്ന പുരസ്കാരമാണ് അഖിൽ പി ധർമ്മജന് കിട്ടിയിരിക്കുന്നത്? അപ്പോൾ യുവ എഴുത്തുകാരായ 10 പേരുടെ കൃതികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു അന്തിമ പട്ടികയിൽ. അതിലേക നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. ബാക്കി 6 കവിതാ സമാഹാരങ്ങൾ, പിന്നെ 3 ചെറുകഥാ സമാഹാരങ്ങൾ, പിന്നെ ഈ ഒരു നോവല്. അപ്പോൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് പ്രമുഖ എഴുത്തുകാരി ഇന്ദു മേനോൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനെ കളിയാക്കി വിമർശിച്ചുകൊണ്ട് ഒരുതരം കാർപ്പറ്റ് ബോംബിങ്ങാണ് ഇന്ദു മേനോനെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അതിനോട് അവർ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് ഈ 10 പുസ്തകങ്ങളിൽ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെടേണ്ട യോഗ്യത അഖിൽ പി ധർമ്മജൻ്റെ ഈ നോവലിനില്ല. അതിനേക്കാൾ മികച്ച 2-3 കൃതികൾ ഈ യുവ എഴുത്തുകാരുടേത് വേറെയുണ്ട്. അത് പരിഗണിക്കാതെ ജൂറി വളരെ പക്ഷപാതപരമായിട്ട് തീരുമാനമെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജൂറിയിലുണ്ടായിരുന്നത് 3 പേരാണ്. ഒന്ന് AG ഒലീന. അവർ ഇടതുപക്ഷ സഹയാത്രിയായ ഒരു കോളേജ് പ്രൊഫസറായിരുന്നു, രാഷ്ട്രീയവുമുണ്ട്. അപ്പോൾ AG ഒലീന, പിന്നെ ഡോക്ടർ V രാജീവ്, പിന്നെ ഡോക്ടർ ശ്രീ വൃന്ദ നായർ എൻ. ഈ മറ്റ് 2 പേരും കോളേജ് അധ്യാപികമാരാണ്, പ്രൊഫസർമാരാണ്. ഈ 3 അംഗ സമിതി ജൂറിയാണ് അഖിൽ പി ധർമ്മജൻ്റെ നോവൽ തിരഞ്ഞെടുത്തത്. അപ്പം ഇതിൽ ഇന്ദു മേനോന്റെ നിരീക്ഷണം, ഈ വർഷം കേരളത്തിൽ ഇറങ്ങിയ സാഹിത്യ കൃതികളിൽ മലയാളത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് ഈ പുസ്തകമാണ് എന്ന വാദം എത്ര ലജ്ജാകരമാണ്. 10 ലിസ്റ്റ് പുസ്തകങ്ങളിൽ മിക്കവയും ഞാൻ വായിച്ചതാണ്. ഈ 10 ഫൈനൽ പട്ടികയിൽ വന്ന 10 പുസ്തകങ്ങൾ. അപ്പോൾ അർഹതയില്ലാത്ത ഒരു കൃതിക്ക് ഇതേപോലെ ഒരു പ്രധാന പുരസ്കാരം കൊടുത്തതിന് പിന്നിൽ സ്വജനപക്ഷപാതമോ മറ്റ് താല്പര്യങ്ങളോ ഒക്കെ കടന്നു വന്നിട്ടുണ്ട് എന്നാണ് ഇന്ദു മേനോന്റെ നിലപാട്. അപ്പോൾ ഇന്ദു മേനോനെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ കാർപ്പറ്റ് ബോംബിങ്ങാണ് നടന്നിരിക്കുന്നത്. കാരണം അഖിൽ പി ധർമ്മജൻ ഈ തൻ്റെ 3ാമത്തെ കൃതിയാണ് ഈ നോവൽ ധർമ്മജൻ്റെ അഖിലിൻ്റെ. അത് സോഷ്യൽ മീഡിയ വഴിയാണ് അദ്ദേഹം ഏറ്റവും പ്രചരിപ്പിച്ചത്. അതിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് കാമ്പയിൻ നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കൂടുതൽ ചെറുപ്പക്കാരും കുട്ടികളും വായിക്കുന്ന ഒരു നോവലായിട്ട് അത് പെട്ടെന്ന് മാറി. അപ്പം അങ്ങനെ ഒരു ഫാൻസ് ബേസ് അഖിൽ പി ധർമ്മജന് സോഷ്യൽ മീഡിയയിലുണ്ട്, ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെയുണ്ട്. അപ്പം ഈ ഇന്ദു മേനോനെ വന്ന് ചീത്ത വിളിക്കുന്നത്, വളരെ സഭ്യമല്ലാത്ത രൂപത്തിൽ പോലും വന്ന് ചീത്ത വിളിക്കുന്നത് ഈ ധർമ്മജൻ ഫാൻസാണ്, അഖിൽ ധർമ്മജൻ ഫാൻസാണ്. അതിലെ പ്രയോഗങ്ങൾ പോലും പലപ്പോഴും ചിലത് ബോഡി ഷെയ്മിങ്ങിൽ വരെ എത്തുന്നുണ്ട്. അല്ലെങ്കിൽ ചില സാമ്പിൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. അതായത് പൊട്ടുവെച്ചു വക്കു പൊട്ടി നടക്കുന്ന ഒരുതി. പൊട്ടുവെച്ച്, ഇന്ദു മേനോന് വലിയ പൊട്ട് തൊടുന്ന ആളാണ്, അറിയാമല്ലോ. അതാണ് പൊട്ട് തൊട്ടെന്നുള്ള അർത്ഥത്തിൽ. പൊട്ടുവെച്ച് വക്കു പൊട്ടി, അതൊക്കെ അശ്ലീല പ്രയോഗമാണ്. വക്കു പൊട്ടി നടക്കുന്ന ഒരുതി. യാതൊരു പ്രതിപക്ഷ ബഹുമാനവും കാണിക്കാതെയുള്ള പോസ്റ്റാണ്. അവളുടെ വസ്ത്ര മെയ്യലങ്കാര ശൈലികൾ വച്ച് അളക്കുക അവരെ. അതായത് മാധവിക്കുട്ടി എന്ന കമലാ സുരയ്യയ്ക്ക് പഠിക്കുന്നവളാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒട്ടേറെ കമൻറ്റുകളിൽ ഇവരാരാ, മാധവിക്കുട്ടിയുടെ ആരാ ഇവര് എന്നൊക്കെ പറഞ്ഞല്ലേ, കമലാ സുരയ്യയുടെ ആരാ ഇവര്, അവരെ അനുകരിക്കുകയല്ല എന്ന് പറഞ്ഞ് വളരെ ബോഡി ഷെയ്മിങ് ആയിട്ടുള്ള തരത്തിലേക്ക് അപമതിയിലേക്ക് ഇത് പോയിട്ടുണ്ട്. അപ്പം ഇതിനെ അതായത് ഒരു ഫാലസി പോലെ ഒരു അബദ്ധം മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇതിനകത്തൊരു തരം അഡ് ഹോമിനെയിം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളോട് പ്രതികരിക്കാതെ ആ വ്യക്തിയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക, അതിനാണ് അഡ് ഹോമിനെയിം എന്ന് പറയുന്നത്. അപ്പം തനിക്കെതിരെ അഡ് ഹോമിനെയിമാണ് ഈ നടക്കുന്നത്, അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് ആണെന്നാണ് ഇന്ദു മേനോൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ഇനി അഖിൽ പി ധർമ്മജന്റെ ഈ നോവലിന്റെ പ്രത്യേകത എന്താണ്? അപ്പം അത് വായനക്കാരുടെ കമന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ നോവൽ വായിച്ചവരൊക്കെ പറയുന്നത് അതൊരു സാധാരണ നിലവാരം പുലർത്തുന്ന ഒരു നോവലാണ്.
ഒരു മികച്ച കൃതിയായിട്ടൊന്നും കാണാൻ കഴിയത്തില്ല. പക്ഷേ തലമുറയുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ചില ഇലമെന്റ്സ് ആ നോവലിലുണ്ട്. അതുകൊണ്ടാണ് ആ നോവൽ ചുരുങ്ങിയ കാലം കൊണ്ട് 50 പതിപ്പുകളിലധികം പ്രസിദ്ധീകരിച്ചു. 4 ലക്ഷത്തിലധികം കോപ്പികളാണ് വിറ്റുപോയത്. മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് ഒരു നോവൽ ഇത്രയധികം വിറ്റുപോയത് അഖിൽ പി ധർമ്മജന്റെ ഈ റാം കെയർ ഓഫ് ആനന്ദി തന്നെയാണ്. 4 ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റുപോയി. അപ്പോൾ ഒരു വലിയ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇതിൻ്റെ അകത്ത് ഉണ്ടായി. അപ്പോൾ ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ ഒരു നോവൽ വിറ്റുപോയത് കൊണ്ട് അത് മികച്ച നോവലാകും? മികച്ച കൃതികൾ ഈ 10 പേരുടെ പട്ടികയിൽ അന്തിമ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതിന് അവാർഡ് കൊടുക്കാതെ ഈ ഒരു സാധാരണ നിലവാരം പുലർത്തുന്ന ഒരുതരം ജനപ്രിയ നോവൽ, പുതിയ തലമുറയെ കണക്ട് ചെയ്യുന്ന എന്തോ ഒരു ഇലമെന്റ് അതിലുണ്ട്, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ നിലവാരമില്ലാത്ത ഒരുതരം പൈങ്കിളി എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ട്രാഷ് ചവറ് എഴുത്ത് എന്ന കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഒരു നോവലിന് ഇത്രയും വലിയൊരു പുരസ്കാരം കൊടുത്തത് എന്തിന് എന്നുള്ള അഭിപ്രായങ്ങളും, അതേസമയം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഒരു കോപ്പി ഒരു നോവൽ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, കുട്ടികൾക്കുൾപ്പെടെ. അപ്പൊ അതിൻ്റെതായ ഒരു മഹിമയില്ലേ, അതിനൊരു അവാർഡ് കൊടുത്താൽ എന്താണ് തെറ്റ് എന്ന് മറുവാദവും ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ജൂറിക്ക്, പുരസ്കാരം നിശ്ചയിച്ച ജൂറിക്ക് തെറ്റുപറ്റിയോ? അപ്പോ മികച്ച അറിയപ്പെടുന്ന ഒരു അവാർഡ് കൊടുക്കുമ്പോൾ അത് മികച്ച കൃതിക്ക് കൊടുക്കണ്ടേ? ഇനി ജനപ്രിയം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ കോപ്പി വിറ്റുപോയ അതൊക്കെ ജനപ്രിയമാവാം. ഇപ്പൊ ജനപ്രിയ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുന്ന പോലെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സിനിമ, അല്ലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുന്ന പോലെ ജനപ്രിയ സിനിമ, ചലച്ചിത്ര അക്കാദമിയുടെയും മറ്റു പല അവാർഡുകളുണ്ടല്ലോ, ജനപ്രിയ അവാർഡ്, ജനപ്രിയ സിനിമയ്ക്കുള്ള അവാർഡ്, ഇന്ന സിനിമയ്ക്ക് എന്ന് പറയുന്ന പോലെ ജനപ്രിയ നോവലിന് ഒരു അവാർഡായിട്ട് ഇതിനെ അങ്ങനെ പരിഗണിച്ചു കൊടുത്താൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പല വാദഗതികൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ ഇതിൻ്റെയൊക്കെ പ്രശ്നം, ഏറ്റവും അടിസ്ഥാന പ്രശ്നം സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പുതിയ എഴുത്തുകാരെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയിലെ ആ കാര്യം ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് പറയാം. ഞങ്ങൾ പറഞ്ഞത് വേടൻ എങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വ്യക്തിത്വമായിട്ട്, ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വമായിട്ട് വളർന്നു വന്നു എന്നുള്ളതാണ്. 5 കൊല്ലം കൊണ്ട് തൻ്റെ യൂട്യൂബ് വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹം ഒരു താരമായിട്ട് മാറുന്നു. എന്നും പറഞ്ഞ പോലെ അതിൻ്റെ ഒരു മറുവശമാണ് അഖിൽ പി ധർമ്മജൻ വളരെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ തൻ്റെ 3ാമത്തെ കൃതി നോവൽ ഈ പറയുന്ന റാം കെയർ ഓഫ് ആനന്ദിയെ പ്രൊമോട്ട് ചെയ്തത്. ഒരു ഫാൻ ബേസ് വേടൻ ചെയ്ത പോലെ എഴുത്തിൽ, വേടൻ സ്റ്റേജ് പെർഫോമൻസിൽ, കലാരംഗത്ത് ഒരു വലിയ ശക്തമായ വരവ് നടത്തിയപ്പോൾ അഖിൽ ധർമ്മജൻ എഴുത്തിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ തനിക്ക് എന്ത് നേടിയെടുക്കാമെന്ന് തെളിയിച്ച ഒരാളാണ്. അതിനെ നമ്മൾ മാനിക്കണം, അഖിൽ പി ധർമ്മജന്റെ ആ കഴിവിനെ. പക്ഷെ അതുകൊണ്ട് ആ നോവൽ മികച്ചതാണോ, നിലവാരം പുലർത്തുന്നോ, ഇല്ല ഇത് പൈങ്കിളിയാണ്, ഇത് ജനപ്രിയമാണ്, ഇത് ട്രാഷാണ്, ചവറാണ് എന്ന് മറുവാദവും വരുമ്പോൾ എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് പോയിന്റ് നമ്മൾ കണ്ടെത്തേണ്ടി വരും. അപ്പൊ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ എഴുത്തുകാരുടെ ഒരു വലിയ സംഘം കടന്നു വരുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ് ഈ പറഞ്ഞ അഖിൽ പി ധർമ്മജൻ. കാരണം ഒരു നോവൽ ചുരുങ്ങിയ കാലം കൊണ്ട് 4 ലക്ഷം കോപ്പികൾ വിൽക്കുക, 50ാം പതിപ്പും കഴിഞ്ഞ് അടുത്ത പതിപ്പിലേക്ക് നോവൽ കടക്കുന്നു. അത്രയും പ്രശസ്തിയും അവാർഡുകളും വരുമാനവും പണവും, ഇത്രയും 4 ലക്ഷം കോപ്പികൾ നോവലിന്റെ വിറ്റതിനെ കുറിച്ച് അടിസ്ഥാനപ്പെടുത്തിയുള്ള വരുമാനവും ഒരു യുവ എഴുത്തുകാരൻ ലഭിക്കുന്നതൊക്കെ പറയുന്നത് നമ്മൾ വേടന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ തീർച്ചയായിട്ടും കാണും. പക്ഷേ സാഹിത്യത്തിന്റെ നിലവാരത്തെ പറ്റി പറയുമ്പോൾ നമ്മളിനി ചോദിക്കും, നമ്മുടെ പല വിമർശകരും, അവാർഡ് എന്ന് പറയുന്നത് നിലവാരം നിശ്ചയിക്കുന്നത് നോവലിന്റെയോ ഏത് കൃതിയുടെയും അവാർഡ് കിട്ടിയിട്ടാണ്. അവാർഡ് ജൂറി ഒരു തീരുമാനം എടുക്കുന്നു, അവാർഡ് കൊടുക്കുന്നു. ജൂറിയുടെ മനസ്സിന്റെ ചായ്വുകളും പരിഗണനകളും ഒക്കെ അതിൽ വരാം. അപ്പോൾ ഒരു കൃതിക്ക് ഒരു അവാർഡ് കിട്ടിയതുകൊണ്ട് ആ കൃതി മികച്ചതാകണമെന്നുണ്ടോ? ഒരു വാദഗതി. 2, ഇനി അവാർഡ് കിട്ടിയിട്ടും ആ കൃതി മികച്ചതല്ല, പിന്നെ എന്തുകൊണ്ട് അവാർഡ് കൊടുത്തു? ഈ 2 വാദഗതികൾ ഇതിനകത്ത് വരുന്നുണ്ട്. അവിടെയാണ് സോഷ്യൽ മീഡിയ റൈറ്റിങ്ങിലെ ഏറ്റവും പുതിയ പ്രവണതകളെ കുറിച്ചിട്ട് ഒരു സംഘം എഴുത്തുകാരത് കവിതയായാലും കഥയായാലും നോവലായാലും പലരും നോവലുകൾ കണ്ടച്ച് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിക്കുന്നു. സ്വന്തം വോളിൽ, സ്വന്തം ഇടത്ത്, ഒരു എഡിറ്റർ ഇല്ലാതെ
കവിതകൾ പ്രസിദ്ധീകരിക്കുന്നു, കഥകൾ പ്രസിദ്ധീകരിക്കുന്നു, ലേഖനം എഴുതുന്നു, വിജ്ഞാനപ്രദമായ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനൊക്കെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഫോളോവേഴ്സ് സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ പ്രത്യേകിച്ചുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പുതിയ ഒരു എഴുത്ത്, അതിന് വ്യാകരണമുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമുണ്ട്. എന്താണ് വ്യാകരണം? വൃത്തത്തിലെ എഴുതാവൂന്ന് ഇപ്പൊ നിർബന്ധമുണ്ടോ? പണ്ടുകാലത്ത് നോവല് പോലും ഒരു സാഹിത്യ രൂപമായിട്ട് അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അന്ന് നോവൽ ആദ്യം എഴുതിയവരെ പരിഹസിച്ച നാടാണ് ഇവിടെയല്ല പല ലോക സാഹിത്യത്തിലും. നോവൽ ഒരു സാഹിത്യ രൂപമല്ല, അതിനെ ഞങ്ങൾ അംഗീകരിക്കത്തില്ല, കവിതയാണ് പ്രധാനം, നാടകമാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞ് വാദഗതികളിൽ വന്നിരുന്നു. പിന്നെ നോവൽ അംഗീകരിക്കപ്പെട്ടല്ലോ. അതേപോലെ കഥകള്, അതുപോലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു കണ്ടന്റ് കൊള്ളില്ല, പുസ്തകത്തിൽ അച്ചടിച്ച് മറ്റേ വലിയ ആഴ്ചപ്പതിപ്പുകളിൽ, സാഹിത്യ മാഗസിനുകളിൽ വരുന്നതേ അംഗീകരിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്ന കാലം പോയി. കാരണം എഴുത്തിന്റെ രീതിയും രൂപവും ഭാവവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ എഴുത്തുകാർ വരുന്നു, പുതിയ സങ്കേതങ്ങൾ വരുന്നു മലയാള സാഹിത്യത്തിൽ. പ്രത്യേകിച്ചും പുതിയ രൂപഭാവങ്ങൾ നിർമ്മിക്കപ്പെടുന്നു സോഷ്യൽ മീഡിയയിലൂടെ. അതിന്റെ തെളിവാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ എഴുത്തിന്റെ സാങ്കേതികതയൊക്കെ മാറിയിരിക്കുന്നു. പണ്ട് ആദിമകാലത്ത് താളിയോല ഗ്രന്ഥം, ആദിമകാലത്ത് ഗുഹകളിൽ കല്ലിൽ വരച്ചു സാഹിത്യവും ചിത്രവും. പിന്നീട് താളിയോല വന്നു. പിന്നെ നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ എന്തായി? കടലാസും എഴുത്ത് പേനയുമായി. കടലാസും പേനയും കുറെ കഴിഞ്ഞപ്പോൾ അത് പോയി, കമ്പ്യൂട്ടറായി, കമ്പ്യൂട്ടർ രചന തുടങ്ങി. മലയാളത്തിൽ കമ്പ്യൂട്ടർ രചന നോവലുകൾ ആദ്യമായിട്ട് രചിച്ചത് തുടങ്ങിയത് സി രാധാകൃഷ്ണനായിരുന്നു. അന്ന് സി രാധാകൃഷ്ണൻ പേനയും പേപ്പറും ഉപേക്ഷിച്ച് എഴുത്ത് കമ്പ്യൂട്ടറിലേക്ക്, കീബോർഡിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞിട്ട് ലേഖനം എഴുതിയപ്പോൾ സി രാധാകൃഷ്ണനെ പരിഹസിച്ച ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട്. അങ്ങേരിപ്പ പുളുത്താൻ പോകുന്നു, അങ്ങേര് കമ്പ്യൂട്ടറിൽ നോവൽ എഴുതുന്നത്രേ. പേനയും പേപ്പറും വെച്ചെഴുതുന്ന സുഖം കമ്പ്യൂട്ടറിൽ കിട്ടുമോ? ഇതൊക്കെ ഒരു ജാടയല്ലേ എന്ന് പറഞ്ഞിട്ട് സി രാധാകൃഷ്ണനെ കളിയാക്കിയ ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്നിട്ട് എന്തായി? ഈ കളിയാക്കിയവരൊക്കെ പേനയും പേപ്പറും കളഞ്ഞിട്ട് നേരെ കമ്പ്യൂട്ടറിലോട്ട് കയറി. കമ്പ്യൂട്ടറിന്റെ കാലവും കടന്നു. ഇപ്പൊ ഇവിടെ മൊബൈലിലാണ് രചന. നമ്മൾ പറയുന്നത് നിർമ്മിത ബുദ്ധിയിലൂടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നമ്മൾ പറയുന്നത് അപ്പടി റെക്കോർഡായിട്ട്, അക്ഷരങ്ങളായിട്ട് രേഖപ്പെടുത്തുന്ന ഡിവൈസ് നാളെ ഇപ്പൊ വന്നു തുടങ്ങി. അതിനെ നാളെ മൊബൈൽ എന്നായിരിക്കില്ല വിളിക്കുക. മൊബൈൽ പോലും ഔട്ട് ഓഫ് ഡേറ്റഡ് ആയി കഴിഞ്ഞു. മൊബൈലിന്റെ കാലവും കഴിഞ്ഞു. ഇനി മൊബൈൽ ഫോണുകൾ തന്നെ ഇല്ലാതാവും. അപ്പൊ സാങ്കേതികമായിട്ട് എഴുത്തിന്റെ രീതികൾ എത്രയോ മാറുന്നു. അപ്പൊ ഇതിനെയൊക്കെ പരിഹസിച്ചിട്ട് കാര്യമുണ്ട്. അപ്പം വിവരമുള്ളവരും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരും പുതിയ തലമുറ ഒക്കെ ഡിജിറ്റൽ എഴുത്തിലേക്ക് വരുന്നതിന്റെ ലക്ഷണങ്ങളാണ് നമ്മളിവിടെ അഖിൽ പി ധർമ്മജനിലൂടെയൊക്കെ നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ കലാരൂപത്തിൽ വേടന്റെ പെർഫോമൻസിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ഒറ്റയടിക്ക് ആക്ഷേപിക്കാനും കഴിയില്ല. അതേസമയം സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് പലതിനും നിലവാരമില്ലാത്തതുണ്ട്, എഡിറ്റ് ചെയ്യപ്പെടാത്തതുണ്ട്. ഈ നമുക്കറിയാം, വിശ്വസാഹിത്യത്തിലെ എല്ലാ വലിയ എഴുത്തുകാർക്കും ഒരു എഡിറ്ററുണ്ട്. എല്ലാ മികച്ച എഴുത്തുകാർക്കും ആ എഡിറ്റ് കഴിഞ്ഞിട്ടാണ് ആ കൃതി, കഥയായാലും കവിതയായാലും നോവലായാലും അത് വെളിച്ചം കാണുന്നത്. അപ്പൊ എഡിറ്ററുടെ ഒരു വലിയ റോൾ അതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രോപ്പർ എഡിറ്റിംഗ് ഇല്ലാതെ ഇഷ്ടം പോലെ കണ്ടന്റ് വരുന്നുണ്ട്. അതിനകത്ത് ചവറുണ്ട്, ട്രാഷ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അതേസമയം വളരെ മികച്ചതും വരുന്നുണ്ട്. അപ്പൊ ഇതിനെ അരിച്ചു പെറുക്കി തരംതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ജോലിയാണ്. കാരണം സോഷ്യൽ മീഡിയ ഒരു പാരാവാരമാണ്, ഒരു മഹാസമുദ്രമാണ്. ഓരോ സെക്കൻഡിലും എത്ര ട്രില്യൺ കണ്ടന്റുകളാണ് വന്ന് വീഴുന്നത്. ഒരു അവലാഞ്ച്, മഞ്ഞുവല വന്ന് വീഴുന്ന പോലെയാണ് കണ്ടന്റ് വന്ന് സോഷ്യൽ മീഡിയയിൽ വീഴുന്നത്. പക്ഷേ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ ചിലത് പെടും. അങ്ങനെ പെടുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇടയ്ക്ക് പലപ്പോഴും പറയാറുള്ളത്. അപ്പൊ ഇവിടെ ഈ അഖിൽ പി ധർമ്മജന്റെ നോവലിന്റെ ഇതിവൃത്തം വളരെ സിമ്പിളാണ്. ഈ നോവലിന്റെ ആമുഖത്തിൽ തന്നെ നോവലിസ്റ്റ് പറയുന്നുണ്ട്, ജാമ്യം എടുക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നുണ്ട്? അതായത് തന്റെ ഈ നോവലിൽ സാഹിത്യം അന്വേഷിക്കരുത്, ഇതൊരു സിനിമാ കഥ മാത്രമാണ് എന്ന് ആമുഖത്തിൽ അഖിൽ പി ധർമ്മജൻ പറയുന്നുണ്ട്. അതിനർത്ഥം അദ്ദേഹം തന്നെ തന്റെ നോവലിനൊരു വലിയ നിലവാര മഹിമയൊന്നും അദ്ദേഹം അവകാശപ്പെടുന്നില്ല. പുതിയ തലമുറയ്ക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നോവൽ അദ്ദേഹം രചിച്ചു.
അതിൽ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. പക്ഷേ അതിന് പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയപ്പോൾ അത് വേറൊരു ചർച്ചയായിട്ട് മാറുന്നു. അതിന് നിലവാരമില്ല എന്നുള്ള ആക്ഷേപം വരുന്നു. പക്ഷെ അദ്ദേഹം മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് ഒരു സിനിമാ കഥ പോലെ തന്നെയാണ്. ചെന്നൈയിൽ നടക്കുന്ന കഥയാണ്. ചെന്നൈ, താമ്പരം, ഗിണ്ടി ആ ഭാഗത്ത് ഈ പറയുന്ന രണ്ടുപേര് തമ്മിലുള്ള പിന്നെ അവരുടെ സൗഹൃദവും പിന്നെ അവരുടെ വേർപിരിയലും ഒക്കെ ഒരു സാധാരണ രൂപത്തിലുള്ള ഒരു കഥയാണ് അതിലൂടെ പോകുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് കടന്നു വരുന്നത് ഈ ചില ട്രാൻസ്ജെൻഡേഴ്സിന്റെ ചില മൂന്നാം ലിംഗക്കാരുടെ വിഷയങ്ങളും അതുപോലെ ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ വിഷയങ്ങളും ജീവിത പ്രശ്നങ്ങളൊക്കെ അതിനകത്തൊരു പശ്ചാത്തലമായിട്ട് കടന്നു വരുന്നുണ്ട്. എങ്കിലും ഒരു സാധാരണ കഥയാണ്, ഒരു സിനിമാ കഥ പോലെ ഒരു കഥയായിട്ട് നമുക്കതിനെ ആ നോവലിനെ വിലയിരുത്താനാവുമെന്ന് ആ നോവൽ വായിച്ച പലരും സമ്മതിക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ട് എന്തിനാ ഇത്ര ആക്ഷേപിക്കുന്ന ഇന്ദുമേനോനെ പോലുള്ളവർ? അത് അസൂയയും കുശുമ്പുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബോഡി ഷെയ്മിങ്ങിലേക്ക് അത് പോകുന്നു. അത് ഒട്ടും ആരോഗ്യപരമല്ല എന്നാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ എഴുത്തിലെ ഈ മാറ്റങ്ങൾ നമ്മൾ അംഗീകരിക്കുക, നമ്മളതിനെ ആക്ഷേപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതേപോലെ പുതിയ എഴുത്തുകാർ വരണം. അഖിൽ പി ധർമ്മജനെ പോലുള്ള പുതിയ എഴുത്തുകാർ വരണം. ഈ എഴുത്ത് പുതിയ തലമുറയിലേക്ക് എത്തണം, എഴുത്തും വായനയും. ഇപ്പം ഇതൊരു തെളിവാണ്. ഇനി എത്രയോ കോപ്പികൾ അടിച്ചു വിറ്റ കൃതികൾ മലയാളത്തിലുണ്ട്. അത് എല്ലാ തലമുറയും വായിച്ചത്. ഇപ്പോ പെരുമ്പടവും ശ്രീധരന്റെ സങ്കീർത്തനം പോലെ, അതേപോലെ ബെന്യാമിന്റെ ആടുജീവിതം പോലെ, അതേപോലെ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റ മലയാള രചനകൾ വേറെയുമുണ്ട്. അതിൽ ഏറ്റവും പുതിയ സെൻസേഷനാണ് ഈ പറയുന്ന അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന നോവൽ. അത് ജനങ്ങളിലേക്ക് എത്തുന്നു. പലപ്പോഴും എടുത്തു പറയേണ്ട പുതിയ തലമുറയിലേക്ക് അത് എത്തുന്നു എന്നുള്ളതാണ്. പുതിയ തലമുറയെ എഴുത്തിലേക്കും വായനയിലേക്കും അടുപ്പിക്കാൻ ഇത്തരം കൃതികൾ വരുന്നതിൽ യാതൊരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. പിന്നെ അതിന്റെ നിലവാരമൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കട്ടെ. എന്തായാലും മലയാളം എഴുത്തിന് ഒരു പുതിയ സമ്പ്രദായത്തിലേക്ക് അത് കടക്കുന്നു. എഴുത്ത് അത് പ്രോസ് ആയാലും പോയട്രി ആയാലും ലിറ്റററി കണ്ടന്റ് ഏതായാലും അതിന് ഒരു താങ്ങാകുവാൻ, അതിനൊരു ഉത്തേജകമാകുവാൻ ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അഖിൽ പി ധർമ്മജന് കിട്ടിയത് അതിൽ കാരണമായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ചർച്ച. പക്ഷെ ഈ ചർച്ചയിൽ ഞങ്ങൾ ഇത്തരം ബോഡി ഷെയ്മിങ്ങിനെ, ഇന്ദുമേനോനെ പോലുള്ള എഴുത്തുകാരി ഇങ്ങനെ അപമാനിച്ചുകൊണ്ട് അഖിൽ പി ധർമ്മജൻ ഫാൻസ് എന്ന് വന്ന് ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഒട്ടും ആരോഗ്യപരമല്ല. അത്തരം തരംതാണ നിലവാരമില്ലാത്ത, ഈ നോവലിന് നിലവാരമില്ല എന്ന് പറഞ്ഞതിനെ വിമർശിക്കുന്നവർ തന്നെ നിലവാരമില്ലാതെ വന്ന് സോഷ്യൽ മീഡിയയിൽ പെരുമാറുന്നതും ഒട്ടും ശരിയല്ല എന്നാണ് ലെഫ്റ്റ് റൈറ്റ് വോയിസിന് പറയാനുള്ളത്.